ഫ്ലൈം ബൈറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നത് ചിക്കൻ 65യുടെ റെസിപ്പി ആയിട്ടാണ്. കുറേ പേർക്ക് ഇത് അറിയില്ല, കുറേ പേർക്ക് അറിയാം. അങ്ങനത്തെ റെസിപ്പിയാണ് ഇത്. ചിക്കൻ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത്, അതായത് ചിലർ പറയുന്നുണ്ട് 65 പീസാക്കിയിട്ട് ഒരു ചിക്കനെ കട്ട് ചെയ്യണത് കൊണ്ടാണ് ചിക്കൻ 65 എന്ന് ഇതിന് പേര് വന്നതെന്ന്. നേരാണെന്ന് എനിക്കറിയില്ല. ചെന്നൈയിൽ നിന്നാണ് ഈ റെസിപ്പി വന്നേക്കണത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ ഫങ്ഷൻസിനും സ്റ്റാർട്ടറായിട്ട് വിളമ്പണതാണ് ചിക്കൻ 65. നമ്മുടെ പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ ഐറ്റമാണിത്. അപ്പോൾ അതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഞാൻ പറയണത്. പലതരത്തിൽ ഇത് ചെയ്യണവരുണ്ട്. ഇത് ഞാൻ എൻ്റേതായ രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 1 കിലോ ചിക്കനിലാണ് ഞാനിന്ന് 65 ഉണ്ടാക്കി കാണിക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് പറയണത്. ചിക്കൻ 1 കിലോ, പിന്നെ അതിലേക്ക് വേണ്ട സ്പൈസസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉണക്കമുളക്, കുരുമുളക്, പെരുംജീരകം, സാദാ ജീരകം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കാശ്മീരി ചില്ലി മസാല, ചാട്ട് മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ചെറുതായിട്ട് ഭംഗി ഉണ്ടാവാൻ വേണ്ടി ഞാൻ ഒത്തിരി കളർ ചേർക്കുന്നുണ്ട്. പിന്നെ കസൂരി മെത്തി. പിന്നെ പുളിക്കായിട്ട് നമ്മൾ ചേർക്കുന്നത് ലെമൺ ജ്യൂസും അതുപോലെ തന്നെ തൈരും, പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ട്. ഇതെല്ലാം ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു ചെറിയ ടീസ്പൂൺ ജീരകവും പെരുംജീരകവും, ഒരു 5-6 വറ്റൽമുളകുമാണ് എടുത്തേക്കണേ. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ആദ്യം തന്നെ. ഇത് ഞാൻ പറഞ്ഞതെല്ലാം കൂടി ഇതുപോലെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വേണമെങ്കിൽ 1 ടീസ്പൂൺ ഫുള്ളായിട്ടുള്ള മല്ലിയില്ലേ, അതും വേണമെങ്കിൽ ഇതിൽ ചേർക്കാട്ടോ. ഇനി ഞാൻ ചെയ്യണത് ഒരു 2 ബൾബ് വെളുത്തുള്ളി, അതുപോലത്തെ, അതായത് ഒരു 50 ഗ്രാം വെളുത്തുള്ളിയും 50 ഗ്രാം ഇഞ്ചിയും ഒരു 3-4 പച്ചമുളകും. ഇത് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഞാൻ പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിൽ ഇതെല്ലാവരും കൂടി മിക്സ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ തൈരാണ് ചേർക്കണത്. അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിന് വേണ്ട കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കാം. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ചില്ലി, ജീരകം, പെരുംജീരകം, കുരുമുളക്, ഇതെല്ലാം കൂടി ഇടാം. പേസ്റ്റ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളി 50 ഗ്രാമാണ് എടുത്തേക്കണേ. പച്ചമുളക് ഒരു 3-4. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മസാല 1 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. ചാട്ട് മസാലയാണ്, അതാണ് 1 ടീസ്പൂൺ ഇടണേ. പിന്നെ ചാട്ട് മസാല മാത്രം വേണമെങ്കിൽ നമുക്ക് ഇട്ടിട്ട് ഇത് ചെയ്യാം. ഇനി അതല്ല കസൂരി മേത്തി മാത്രം ഇട്ടിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യണത് ചാട്ട് മസാലയും 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു പിഞ്ച് റെഡ് കളറും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പൊക്കെ അവരവരുടെ അളവ് നോക്കിയിട്ടുള്ളൂ. ഞാനിവിടെ ഒരു ചെറിയ 2 സ്പൂണാണ് ഇട്ടേക്കണേ. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിക്കുന്നുണ്ട്. പുളിക്കായിട്ട് നമ്മൾ ചേർത്തേക്കണത് തൈരും ചെറുനാരങ്ങയാണ്.
ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാഫ് മുറിയാണ് എടുക്കണുള്ളൂ, കാരണം അത്യാവശ്യം വലുപ്പമുള്ള ചെറുനാരങ്ങ ആയ കാരണമാണ്. നിങ്ങളുടെ പുളിക്കനുസരിച്ച് ഇത് ചേർക്കുക. ഇനി എല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം. ചിക്കനിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിനിമം 1 മണിക്കൂർ വെക്കണം കേട്ടോ. കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലത്. ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബൈൻഡിങ് ഏജൻറ്റുകളായിട്ടുള്ള സാധനങ്ങളാണ് ചേർക്കുന്നത്. അതായത് 2 കോഴിമുട്ട ആദ്യം തന്നെ നമുക്ക് പൊട്ടിച്ചതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കണത് ഒരു 4 ടീസ്പൂൺ കോൺഫ്ലോറും പിന്നെ 2 ടീസ്പൂൺ കടലമാവാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് അരിപ്പൊടി. അതായത് 4:2:1 ഈ റേഷ്യോയിലാണ് ഞാൻ ഈ സാധനങ്ങൾ എടുത്തേക്കണത് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ചിക്കനിൽ കോൺഫ്ലോറും കടലമാവും അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ തന്നെ വറക്കാട്ടോ. ഇനി ഇത് കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്യണ കാര്യങ്ങളിലേക്ക് പോവാം. എണ്ണ ചൂടായിട്ടുണ്ട്. വേപ്പിലിട്ട് വറുത്ത് വരാം. പച്ചമുളക് ഇങ്ങനെ കീറി വെച്ചതും കൂടി വറുക്കാം. വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലിടാം, തൊലിയോട് കൂടി തന്നെ. ഇപ്പം ഈ 3 ഫ്ലേവറും ഈ ഓയിലിലേക്ക് പിടിക്കും. അതിനാണ് ആദ്യം തന്നെ ഇത് വറുത്ത് കോരാൻ പറഞ്ഞത്. ആദ്യം തന്നെ ഇത് വറുത്ത് കോരണത് ഈ ഫ്ലേവർ ഇത് എണ്ണയിൽ പിടിക്കാനാണ്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലിലും ഇത് ഫ്രൈ ചെയ്യാട്ടോ. ഇത് ചിക്കൻ ഇടാം. ചിക്കൻ എടുത്ത് ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്പിനെസ്, അതുപോലെ തന്നെ ചിക്കൻ ഹാർഡല്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.